ഈ കാണുന്ന പോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ നമ്മുടെ ഒരു നല്ലൊരു ജംഗ്ഷൻ അരികത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 11.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 2400 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് വന്നിട്ട് 20 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. നമുക്കിതിനകത്ത് പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിൽ നീറ്റാക്കിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നമുക്കിത് വിൽപ്പന എന്നതിനേക്കാൾ ഉപരി അവർ റെൻറ്റിനാണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെൻറ്റിനാണെങ്കിൽ അങ്ങനെ കൊടുക്കും, നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാനാണെങ്കിൽ ആ രീതിയിലും ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നമ്മുടെ പോത്തങ്കോട് സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വാവരമ്പലം കഴിഞ്ഞ് മംഗലപുരം റോഡിലേക്ക് കുറച്ചൊന്ന് വരുമ്പം വലത്തോട്ട് വേങ്ങോട് പോകുന്ന റോഡുണ്ട്. ആ റോഡ് വരുമ്പോഴത്തേക്കും ദേ കാണുന്നത് മഞ്ഞമല ജംഗ്ഷനാണ്. മഞ്ഞമല ജംഗ്ഷനിൽ നിന്ന് AJ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് NH-ലേക്ക് കയറാൻ AJ കോളേജിൻ്റെ അടുത്തേക്കൊക്കെ ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബയോത്രിസ്റ്റ് സയൻസ് പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് TCS, സൺടെക് അല്ലെങ്കിൽ ടെക്നോ സിറ്റി അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഏകദേശം 3 കിലോമീറ്ററിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി അതുപോലെ നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 1ലേക്കും നമുക്കിവിടെ നിന്ന് വളരെ പെട്ടെന്ന് ചെന്നെത്താവുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ്. കാരണം നമ്മുടെ ഈ ജംഗ്ഷൻ ബേസ് ചെയ്ത് നല്ലൊരു ക്ലിനിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. ഇനി അതല്ല ഒരു IT സ്ഥാപനം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചുറ്റുവട്ടത്ത് പാർക്കിംഗ് ഒക്കെ ഒരുക്കി നമുക്കിതൊരു ഓഫീസ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമേഴ്സ്യൽ പർപ്പസിനാണ് വാടകയ്ക്കുള്ള പാർട്ടികളെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കമേഴ്സ്യൽ യൂസിന് നിങ്ങൾക്ക് റെൻറ്റിന് ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല വിലയ്ക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിയുടെ വില ഞാൻ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടം നോക്കിയാൽ നല്ല രീതിയിൽ സ്പേസ് ആണ്. കാരണം 11.5 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. അതിലിതാ ഇതുപോലെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച രീതിയിൽ മരങ്ങളൊക്കെ ഉള്ള നല്ല തണുപ്പുള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അല്ലാണ്ട് നമുക്ക് ഇപ്പം നിലവിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് തന്നെ 4-5 വണ്ടികളൊക്കെ ഇടാവുന്ന രീതിയിൽ സ്ഥലമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പാർക്കിംഗ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. മുൻവശത്തുള്ള വാതിൽ, കട്ടള എല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ റെനോവേറ്റ് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ടും മാറ്റി പുത്തനാക്കിയിട്ടാണ്, അതായത് പുതിയതായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. താഴത്തെ നിലയിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ കാണുന്ന റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം പുതിയതാണ്. റാക്ക് സെറാമിക്സിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂം 2 ബാത്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ കിച്ചൺ കാണാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിവശത്തേക്കും ഈ ഭാഗത്ത് എല്ലാം ഇങ്ങനെ അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോർ റൂം ഇതിൻ്റെ കിച്ചണിനോട് ചേർന്ന് തന്നെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒരു പുകയെടുപ്പും സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ കാണാം. പുറത്തായിട്ട് ഒരു സ്റ്റോർ റൂമുണ്ട്. ഈ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗം നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതല്ല. അതായത് ഇതുവരേക്കുമാണ് 11.5 സെൻറ്റ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീടിനകത്തൂടെയും സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതുകൊണ്ട് അവിടെ ഒരു ടെമ്പററി പാർട്ടീഷൻ ഒരുക്കി ഇതുപോലെ പുറത്തൂടെയും സ്റ്റെയർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത് 2 പാർട്ടിക്കായിട്ട് നേരത്തെ ഫാമിലീസിന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മേളത്തെ നില 8,000 രൂപയും താഴത്തെ നില 10,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. ഇവിടെ ഇങ്ങനെ റൂഫ് ചെയ്ത് ഈ ഭാഗത്തായിട്ട് ഒരു കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു കോമൺ സ്പേസ്, 2 ബെഡ്റൂം. ഇത് നമ്മുടെ അകത്ത് നിന്ന് വരുന്ന ആ സ്റ്റെയറിൻ്റെ അവിടെ വരുന്ന ആ ഒരു വാതിലും ആ പാർട്ടീഷനുമാണ്. ഇതൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോ ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് വന്നിട്ട് ബാത്റൂം ഈ ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തണോ, അല്ലെങ്കിൽ ഒരു ദന്തൽ ക്ലിനിക്ക് നടത്തണോ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് നടത്തണോ, എന്ത് തരം അങ്ങനെയുള്ള
കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടാണ് നമുക്ക് വാടകയ്ക്ക് നൽകാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയോട് സംസാരിക്കുക, എന്നിട്ട് വാടകയുടെ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി അതല്ല വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വീടിന് ചുറ്റുമായിട്ട് ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളും അതുപോലെ കായ്ക്കുന്ന തെങ്ങ് തന്നെ നല്ല വലിയ 3 തെങ്ങുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഒത്തിരിയധികം കായ്ച്ച് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അതുപോലെ റംബൂട്ടാനുണ്ട്, മാവ് നല്ലതുപോലെ കായ്ക്കുന്ന 3 മാവുണ്ട്, ഇതാ വലിയൊരു സപ്പോട്ട മരം നിൽപ്പുണ്ട്. ഇങ്ങനെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്തായിട്ട് കാണാൻ സാധിക്കും.